നമുക്കറിയാം മൊബൈലിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അതിൻ്റെ ബാറ്ററി ഇല്ലെങ്കിൽ അതിന് ജീവനില്ല എന്ന് തന്നെ പറയാം. എത്ര നല്ല കപ്പാസിറ്റി ഉള്ള മൊബൈലാണെങ്കിലും ബാറ്ററി ഒന്ന് ഡെഡായി അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജ് ഒന്ന് തീർന്നു കഴിഞ്ഞാൽ എന്തിനു കൊള്ളാം? അപ്പോൾ ഈ ബാറ്ററി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ബാറ്ററിയുടെ ലൈഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൻ്റെ അകത്ത് തന്നെ രണ്ട് പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട്. ഈ രണ്ട് സെറ്റിങ്സുകൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ബാറ്ററി പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നു പോകുന്നു എന്ന് പരാതി പറയുന്നവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇതേ നെയിമിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോസുകളാണ് ഞങ്ങൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്ററി സംബന്ധമായിട്ടുള്ള ഈ രണ്ട് സെറ്റിങ്സുകൾ എവിടെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ ബാറ്ററി വേറെയും ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ബാറ്ററി വേറെ ഡിവൈസ് കെയർ വേറെ എന്നാണ് ഇവിടെ കാണുന്നത്. ഏതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ ഡിവൈസ് കെയർ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ ബാറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാറ്ററി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിൽ ഈ ഭാഗത്ത് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അഡാപ്റ്റീവ് ബാറ്ററി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഓണിലല്ല എങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എക്സ്റ്റെൻഡ് ബാറ്ററി ലൈഫ് ബേസ്ഡ് ഓൺ യുവർ ഫോൺ യൂസേജ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ബാറ്ററി ലൈഫിന് ഈ ഒരു ഓപ്ഷൻ ഓണാക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതിന് പുറമെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ജസ്റ്റ് അവിടെ നിന്ന് കോൾ ചെയ്യുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കീപാഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. *#990#. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് ഓണായിട്ട് വരും. ജസ്റ്റ് കുറച്ച് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബാറ്ററി സ്റ്റാറ്റസ് റീസെറ്റ് എന്നൊരു ഓപ്ഷൻ. ബാറ്ററി സ്റ്റാറ്റസ് റീസെറ്റ് എന്ന ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാറ്ററി റീസെറ്റ് ഡൺ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ആ ഒരു ബാറ്ററി റീസെറ്റ് ഡണ്ണും കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ഒന്ന് റീഫ്രഷ് ആവും. നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ബാറ്ററി പെർഫോമൻസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈൽ ചെയ്യുക. ആദ്യത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ ആ ഒരു ബാറ്ററി റീസെറ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് നല്ലപോലെ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും. അതുപോലെ തന്നെ ബാറ്ററി ലൈഫും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ബാറ്ററി സംബന്ധമായിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.